ഓൾജിൻ സ്കോക്ക് സാഹസം. റൈറ്റർ ഡയറക്ടർ ബിപിൻ കൃഷ്ണ. അദ്ദേഹത്തിൻ്റെ 21 ഗ്രാംസ് ഞാൻ തിയേറ്ററിൽ കണ്ടുള്ള സിനിമയാണ്. നല്ല ഒരു സിനിമയായിരുന്നു. അനു മേനോൻ, യദു കൃഷ്ണ, ജയകുമാർ കൂടെ ഉണ്ട് റൈറ്റിങ്ങിൽ. സെൻട്രൽ പിക്ചേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൽബിയാണ് സിനിമാറ്റോഗ്രാഫി. മറ്റേ മമ്മൂക്കയുടെ ഗാങ്സ്റ്ററും ഒക്കെ ചെയ്തിട്ടുള്ള പുള്ളി. കിരൺദാസ് എഡിറ്റർ. ബിപിൻ അശോകാണ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. കിട്ടു പരിപാടിയായിരുന്നു. ഇത് മൂന്നും, അതായത് DOP, എഡിറ്റിംഗ്, അതുപോലെ തന്നെ സ്കോർ, പിന്നെ സൗണ്ട് കിടുമായിരുന്നു. നല്ല പെട്ടയായിരുന്നു. അപ്പോൾ ഇത് മൂന്നും വന്നിട്ട് നല്ല സ്റ്റൈലിഷ് മേക്കിങ്, ഡയറക്ടറുടെ ഒരു സ്റ്റൈൽ നമുക്ക് തുടക്കം മുതൽ ഫീൽ ചെയ്യും. ഇതെല്ലാം കൂടെ വന്നിട്ട് പിന്നെ പെർഫോമൻസും കൂടെ ആയിട്ട് ഞാൻ വളരെ നല്ല രസിച്ചിട്ട് കണ്ടുള്ള സിനിമയാണ്. കുറച്ച് ഡ്യൂറേഷൻ ഉണ്ട്, 2.5 hours ഉണ്ട്. കുറച്ച് ട്രിം ചെയ്യായിരുന്നു, ബട്ട് സ്റ്റിൽ ഐ എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം റൊമാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് വൻ കോൺട്രവേഴ്സി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമകൾ ഭയങ്കര താല്പര്യം. ഓവർ ദ ടോപ്പ്, ഔട്ട് ഓഫ് ദ ബോക്സ്, കുറച്ച് കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു സിനിമയുണ്ട്, മറ്റേ ശേഖർ മേനോനൊക്കെ അഭിനയിച്ചൊരു സിനിമ, മറ്റേ ഇടാതടിയിലെ പുള്ളിയിലെ ഡോഗ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട്. അത് ഒരുവിധ ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു സിനിമ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ മനോജ് കേജാനൊക്കെ ഉണ്ട്, സ്വന്തം പടം വെച്ചിട്ട് നോട്ടൊക്കെ അടിക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറേ കാരിക്കേച്ചർ സ്വഭാവമുള്ള, യാതൊരു ലോജിക്കും ഇല്ലാത്ത ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാണുന്ന ആളുകൾക്ക് ഇത് വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനത്തെ സിനിമകൾ സ്ഥിരമായിട്ട് നിരന്തരം വർക്ക് ആവാറുണ്ട്. ഈ സിനിമ ഞാൻ വളരെ ആസ്വദിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. സൗണ്ടിൻ്റെ ഞാൻ പറഞ്ഞില്ല, AB ജുബിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിയോഗ്രാഫി PC വിഷ്ണു. നല്ല മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ബിപിൻ അശോകൻ്റെ സ്കോർ, മന്ദാകിനെയൊക്കെ ചെയ്തിട്ടുള്ള ബിപിൻ അശോക. മൊത്തത്തിലൊരു ആ മൂഡ് പിടിച്ചിട്ടുള്ള സാധനം. അത് തിയേറ്ററിൽ നിന്ന് നല്ല ഒരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് നല്ലൊരു സുഖം. അത് ഇങ്ങനെ മൂഡ് പിടിച്ച് പല പാട്ടുകളൊക്കെ നൈസായിരുന്നു. അങ്ങനെ അപ്പോൾ സിനിമ എന്ന് പറയുന്നത് 2 പാരൽ ട്രാക്ക് പോകുന്നു. ഒന്ന് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ കറൻസിയും പരിപാടിയൊക്കെ ആയിട്ടുള്ള കുറച്ച്, അവിടെയാണ് ബാബു ആൻ്റണി ഒക്കെ ഉള്ളത്, ഷമി തലകൻ്റെ മോൻ. പാരലായിട്ട് കേരളത്തിൽ റംസാനും ടീമും, റംസാൻ, അതുപോലെ തന്നെ ബൈജു സന്തോഷ്, ഭഗത്ത്, വർമ്മ, ശബരീഷ് വർമ്മ, ഇങ്ങനെ കുറേ പേര്, പിന്നെ കഥാനായികയും. അങ്ങനെ ഇവിടെ ഒരു പാരലായിട്ട് ലവ് ട്രാക്കും കുറച്ച് പരിപാടിയും കുറച്ച് കൊട്ടേഷനും ചേസിങ്ങും കുറച്ച് പിന്നെ കോമഡി ഗിമ്മിക്സും ആൾ മാറിപ്പോകുന്നതും ആളുകൾ കാണുന്നതും ഇങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അതേ സമയം പാരലായിട്ട് മുംബൈ ഇത് കണക്റ്റ് ആവുക ചെയ്യുന്നത്. ടെസ്സയൊക്കെ ഉണ്ട്, പഴയ മമ്മൂട്ടിയുടെ പൊട്ടിയ പടം പട്ടാളത്തിൽ അഭിനയിച്ച ടെസ്സ, അവരൊക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. അതായത് റംസാനൊക്കെ ഇങ്ങനെ കൂളായി പെർഫോം ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. റംസാനൊക്കെ നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. ഗൗരിജി കിഷൻ നടി, അവർ നല്ല നൈസായിരുന്നു. അവരുടെ ആക്ടിങ്ങും പരിപാടിയൊക്കെ, നല്ല സ്ക്രീൻ പ്രസൻസും നല്ല ലുക്കും, നല്ലൊരു പോസിറ്റീവ് ആയിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇവരുടെ കെമിസ്ട്രി, റംസാൻ അവളായിട്ടുള്ള കെമിസ്ട്രിയും ഒക്കെ തന്നെ. അങ്ങനെ പിന്നെ ഈ മുംബൈ എന്ന് പറയുന്ന യോഗ് JP, പുള്ളി കുറേ പടത്തിലുള്ള, നിങ്ങളെ കണ്ടാൽ മനസ്സിലാവും, പേര് ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറേ പേര്. ബാബു ആൻ്റണിയൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. ബാബു ആൻ്റണി തുടക്കത്തിൽ മുടിയൊക്കെ നീട്ടി പഴയ ബാബു ആൻ്റണിയില്ലേ, ആ ലെവലിൽ പുള്ളി പിന്നെ അറിയാമല്ലോ, പുള്ളിയുടെ ആക്ഷൻ പരിപാടി ഫീനിക്സ് പ്രഭുവാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ രസമാണ്. പിന്നെ നരയൻ എടുത്ത് പറയണം, നരയൻ ഇതിൽ വെപ്പ് മീശയാണ്. എന്നിട്ട് അത് നരയൻ തന്നെ ട്രോൾ ചെയ്യുന്നുണ്ട്, മീശ എങ്ങനെയുണ്ട് ചോദിച്ചിട്ട്. നരയൻ ഭയങ്കര കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു പോലീസ് ഓഫീസറാണ്. പുള്ളിയുടെ കോമഡി, പിന്നെ വെറും വർഷ, ഇങ്ങനെ കുറേയാണ്. പിന്നെ ജീവയാണ് മെയിൻ വില്ലൻ. ജീവ ബോറാക്കിയിട്ടില്ല, ജീവ ബോറാക്കുമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ബോറാക്കില്ല. ഡബ്ബിങ് ഒക്കെ നന്നായിട്ടുണ്ട്, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും പരിപാടിയൊക്കെ നന്നായിട്ടുണ്ട്. അങ്ങനെ കുറേ പേര്, ഇതൊരു മൊത്തത്തിൽ ഇങ്ങനെ ഒരു അലക്കുലത്ത് പരിപാടിയാണ്. ഇത് വർക്കാവുന്നവർക്ക് വർക്കാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പേഴ്സണലി വർക്കായി ഞാൻ പറഞ്ഞല്ലോ. ഇതിങ്ങനെ ഒരു ഓളത്തിൽ ഒരു ലോജിക്കും ഇല്ല. ഓളത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആളുകളെയൊക്കെ കേരളം പോലത്തെ ഒരു സ്ഥലത്തൊക്കെ റാൻഡംലി കൊല്ലുകയും വെടിവെപ്പൊക്കെ ഉണ്ട്. പോലീസൊന്നും ഇടപെടുന്നില്ല, മീഡിയയിൽ ന്യൂസ് വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഇറ്റ്സ് ഓവർ ദ ടോപ്പ്, നത്തിങ് ലോജിക്കൽ. അങ്ങനെ ഒരു ദിവസത്തിൽ അവസാനം വരെ കണ്ടിരുന്നിട്ടുള്ളൊരു സിനിമ. വിനീത് തട്ടിലുണ്ട്, മേജർ രവി ഉണ്ട്, അൽത്താഫ് ഉണ്ട്, കുറേ പേരുണ്ട്. അങ്ങനെ സീരിയൽ നടൻ ജയകൃഷ്ണൻ, പിന്നെ ഒരാൾ എടുത്തു പറയണം, നമ്മുടെ പഴയകാല നടനുണ്ടല്ലോ, അട്ടക്കട്ടലും കറ്റും കാമിക്കല്ലേ, കൃഷ്ണ ഹാർപ്പിക്ക്, പുള്ളി ഇതിൽ കിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് നന്നായിട്ട് റീമിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ല കടലും കാറ്റും, അത് നല്ല രസത്തിൽ പല സ്ഥലത്തും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞില്ല, അതും റീമിക്സ് ചെയ്ത് നല്ല വൃത്തിയിൽ സൗണ്ടിൽ കേൾക്കുമ്പോൾ നല്ല രസമായിരുന്നു. ബൈജു സന്തോഷൊക്കെ നിറഞ്ഞാടിയിട്ടുണ്ട്. പിന്നെ പിക്കപ്പ് ലൈൻ പറയാൻ ചെക്കൻ ഭഗത്ത് കിടുകയായിരുന്നു കേട്ടോ. ഭഗത്ത് ഒരു ഫുൾ ടൈം പ്രേമൻ എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം ഒരു കൂട്ടിയാണ്. ഭഗത്ത് കിടുക ചെയ്തിട്ടുണ്ട്. അജു ഒരു സീനിൽ വന്ന് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കുറേ കാസ്റ്റിംഗ് ഉള്ള, കുറേ സ്റ്റോറീസ് ഇങ്ങനെ പാരലായിട്ട് പോകുന്ന, ഇതിലൂടെ കണക്റ്റ് ആവുന്ന, ഒരു ലോജിക്കില്ലാത്ത ഓളത്തിൽ കാണാൻ പറ്റിയ ഒരു മൂഡ്
ഒരു പൊളി മൂഡ് സാധനം. രണ്ടുപേരെ പറയാൻ വിട്ടുപോയി. ഒന്ന് ഹരീഷ് വരാമ്, പുള്ളിയെ കണ്ടറിയാം നമ്മളെ ഷസാമിനെ പോലെ കാണാനുള്ള പുള്ളി. പിന്നെ സജിൻ ചെറുകേൽ, പുള്ളി ഇതിൽ ഒട്ടും വെറുപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. ഒരു മാവിയിലേക്കായിട്ട് ഒരു കിടു സീനൊക്കെ ഉണ്ടായിരുന്നു. സജിൻ ചെറുകേൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ കോണ്ടം സീനുണ്ട്, ദാറ്റ് വാസ് ഹിലാരിയസ്.